പാത്രത്തിൽ അരിപ്പൊടി പോലത്തെ ഒരു വസ്തു. ഇതിന്റെ അടുത്ത് ഈ ഒരു പാത്രത്തിന്റെ അടുത്ത് ഈ മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പേരിൽ നേർച്ചയാക്കി ഈ പൂവൻ കോഴി ഞാൻ നിൽക്കുന്നുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് ഓരോ കോഴികൾ ഈ നിലാവിന്റെ വെളിച്ചത്തിൽ ഈ അരിപ്പൊടി പോലത്തെ ഈ ഭക്ഷണമാണ്. അപ്പൊ ഇത് തിന്നാൻ വേണ്ടി കുത്തിയെടുത്ത് തിന്നാൻ വേണ്ടി വരുന്ന ഓരോ കോഴികളെയും ഈ മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പേരിലുള്ള കോഴി എന്താക്കാണ് കൊത്തി മാറ്റുകയാണ്. ഇങ്ങോട്ട് അടുക്കരുത് എന്ന് പറഞ്ഞ രൂപത്തിൽ കാവലിൽ നിന്നുകൊണ്ട് ഈ കോഴി മറ്റുള്ള കോഴികളെ വരുന്ന ഇത് ഭക്ഷണം കൊത്തിയെടുക്കാൻ വേണ്ടി വരുന്ന കോഴികളെ ഈ മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പേരിൽ നേർച്ചയാക്കിയ കോഴി എന്ത് ചെയ്യാണ് കൊത്തി മാറ്റുകയാണ്. ഈ ഒരു രംഗമാണ് ഇദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഈ സംഭവം അതായത് സീമലുല്ലാഹി മഹാനവർകൾ പറഞ്ഞത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കോഴിയെ നേർച്ചയാക്കിയതും ഇങ്ങനെ കോഴിയെ ഒഴിഞ്ഞിട്ടതും. അപ്പൊ ഈ സംഭവം പറയാൻ വേണ്ടി പിറ്റേന്ന് രാവിലെ അദ്ദേഹം സീമലുല്ലാഹിയുടെ അടുത്ത് ചെന്നു, ഇടിയങ്ങരയിൽ ചെന്നു. അവിടെ ചെന്ന് സലാം പറഞ്ഞു. ആരാ വന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു പേര് പറഞ്ഞു ഞാളാണ്. അപ്പൊ മഹാനവർകൾ ഇങ്ങോട്ട് ചോദിച്ചു, അല്ല നമ്മുടെ മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ കോഴി മറ്റെല്ലാ കോഴികളെയും രക്ഷപ്പെടുത്തിയല്ലേ ഇദ്ദേഹം അവിടെ ചെന്നത്? അല്ലെ ഇന്നലെ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി? ഇതൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയാണ് സീമലുല്ലാഹിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദിക്കാൻ ആടത്തി പേര് പറഞ്ഞു ആരാ വന്നത് ഞാളാന്ന് പറഞ്ഞു. അപ്പൊ പേര് പറഞ്ഞതോടുകൂടെ ചോദിക്കുന്നു, അപ്പോൾ നമ്മുടെ മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ കോഴി മറ്റെല്ലാ കോഴികളെയും രക്ഷപ്പെടുത്തിയല്ലേ ഇങ്ങോട്ട് ചോദിക്കാം. അപ്പൊ ഇത്തരത്തില് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ഒരു കോഴി അവിടെ ഉള്ളത് കൊണ്ട് എന്താണ്, നേർച്ചയുടെ ഒരു കോഴി ഉള്ളത് കൊണ്ട് എന്തായി മറ്റെല്ലാ കോഴികളും രക്ഷപ്പെട്ടു. ഒരു സഹോദരന് അയൽവാസിയെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ആ സമയത്ത് സീമലുല്ലാഹി മഹാനവർകളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, പിന്നെ എന്റെ അയൽവാസി വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്, വലിയ പ്രയാസം. അപ്പൊ സീമലുല്ലാഹി മഹാനവർകൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കോഴിയെ മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പേരിൽ നേർച്ചയാക്കിക്കോളൂ. ഈ വീട്ടുകാരന്റെ ജോലി കോഴിനെ വളർത്തലാണ്. അന്ന് കോഴികളെ വളർത്തുകയും ചെറിയ കോഴി കുഞ്ഞുങ്ങളെ വിൽക്കുകയും കോഴിമുട്ട വിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു ഉപജീവനമാർഗം നടത്തുന്ന ഒരാളാണ്. അപ്പൊ ഇദ്ദേഹത്തോടാണ് സീമലുല്ലാഹി മഹാനവർകൾ പറയുന്നത്, നിങ്ങളുടെ വീട്ടിലുള്ള വലിയ ഒരു പൂവൻ കോഴിയെ മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പേരിൽ നേർച്ചയാക്കിക്കോളൂ. പഴയ കാലത്ത് നമ്മുടെ ഒക്കെ വീടുകളിൽ ഒരു കോഴി മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പേരിലുള്ള ഒരു കോഴി, റിഫായി ഷെയ്ഖ് തങ്ങളുടെ പേരിലുള്ള ഒരു കോഴിയൊക്കെ ഒഴിഞ്ഞിടുന്ന ഒരവസ്ഥ ഉണ്ടാവായിരുന്നു. അപ്പൊ നമുക്ക് സമയമില്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ഇത് വലിയൊരു കാവലാണ്. പഴയ കാലത്തുള്ള മഹാന്മാരുടെ ഒരു നിർദ്ദേശമായിരുന്നു ഇതൊക്കെ. ഒരു കോഴിയെ വീട്ടിൽ ഒഴിഞ്ഞിട്ടാൽ ഒരുപാട് പ്രയാസങ്ങൾ തീരാനും വലിയ വലിയ വിപത്തുകൾ നീങ്ങിപ്പോകാൻ അറിയുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരു വെളിച്ചവുമായി വിളക്കുമായി നേരെ വന്നു കോഴിക്കോടിന്റെ അടുത്ത് വന്നു. അപ്പൊ ആ സമയത്ത് ഏതാണ്ട് കുറഞ്ഞ നിലാവുള്ള ദിവസമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ കോഴിക്കോടിന്റെ അടുത്ത് വന്നപ്പോൾ കോഴികളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നതാണ് ഇദ്ദേഹത്തിന്. ഓരോ കോഴികൾ ഇങ്ങനെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കോഴികളുടെ ശബ്ദം. അപ്പൊ ഇദ്ദേഹം നേരെ ഈ വീട്ടിൽ ഈ കോഴിക്കോടിന്റെ അടുത്ത് വന്ന് കോഴിക്കോട് തുറന്നു നോക്കുന്ന സമയത്ത് ഒരു പാത്രത്തിൽ അരിപ്പൊടി പോലത്തെ ഒരു വസ്തു. ഇതിന്റെ അടുത്ത് ഈ ഒരു പാത്രത്തിന്റെ അടുത്ത് ഈ മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പേരിൽ നേർച്ചയാക്കി ഈ പൂവൻ കോഴി ഞാൻ നിൽക്കുന്നുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് ഓരോ കോഴികൾ ഈ നിലാവിന്റെ വെളിച്ചത്തിൽ ഈ അരിപ്പൊടി പോലത്തെ ഈ ഭക്ഷണമാണ്. അപ്പൊ ഇത് തിന്നാൻ വേണ്ടി കുത്തിയെടുത്ത് തിന്നാൻ വേണ്ടി വരുന്ന ഓരോ കോഴികളെയും ഈ മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പേരിലുള്ള കോഴി എന്താക്കാണ് കൊത്തി മാറ്റുകയാണ്. ഇങ്ങോട്ട് അടുക്കരുത് എന്ന് പറഞ്ഞ രൂപത്തിൽ കാവലിൽ നിന്നുകൊണ്ട് ഈ കോഴി മറ്റുള്ള കോഴികളെ വരുന്ന ഇത് ഭക്ഷണം കൊത്തിയെടുക്കാൻ വേണ്ടി വരുന്ന കോഴികളെ ഈ മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പേരിൽ നേർച്ചയാക്കിയ കോഴി എന്ത് ചെയ്യാണ് കൊത്തി മാറ്റുകയാണ്. ഈ ഒരു രംഗമാണ് ഇദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. അപ്പൊ ഈ ഒരു പാത്രം നോക്കുമ്പോൾ അദ്ദേഹത്തിന് പരിചയമില്ലാത്തൊരു പാത്രമാണ്. സാധാരണ അദ്ദേഹത്തിന് കോഴികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രമൊന്നും അല്ല, ഒരു പുതിയ പാത്രം. ഈ ഒരു പാത്രത്തിൽ എന്തോ ഒരു അരിപ്പൊടി പോലത്തെ ഒരു വസ്തു ഉണ്ട്. അത് കൊത്തിയെടുക്കാൻ വേണ്ടി ഓരോ കോഴികൾ വരുന്നു. അതിന്റെ അടുത്ത് മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ കോഴി ഇങ്ങനെ കാവൽ നിൽക്കുന്നതായിട്ടാണ് ഇദ്ദേഹത്തിന് കണ്ടത്. അപ്പൊ അദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വെളിച്ചം ഇങ്ങനെ കാണിച്ചിട്ട് ആ പാത്രം എടുത്തു കോഴിക്കോട്ടിലേക്ക് കൈയിട്ട് പാത്രം എടുത്തു മാറ്റി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാത്രം അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള പാത്രമൊന്നുമല്ല, ഇതാരോ കൊണ്ടുവന്ന് വെച്ചൊരു പാത്രമാണ്. ഇതിലുള്ള വസ്തു പരിശോധിച്ചപ്പോൾ അരിപ്പൊടി പോലത്തെ എന്തോ ഒരു വിഷാംശം കലർത്തിയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അപ്പൊ അത് നേരെ എന്ത് ചെയ്താണ്
ഇപ്പോൾ അയൽവാസിയോ മറ്റോ ഈ കോഴികൾ മൊത്തം ചത്തൊടുങ്ങി പോകാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഈ കോഴികളുടെ കൂട്ടിൽ വെച്ചതാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ്, ഇവിടെ ഈ നേർച്ചയുടെ കോഴി മൊയ്തീൻ തങ്ങളുടെ കോഴി എന്ത് ചെയ്യും, ഇത് ഇങ്ങോട്ട് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ മറ്റുള്ള കോഴികളെ തട്ടി മാറ്റി ഇതിന് കാവൽ നിൽക്കുന്ന രംഗമാണ് ഇദ്ദേഹത്തിന് കാണുന്നത്. ഇപ്പൊ ഏതാണ്ട് അൽഹംദുലില്ലാഹ് ഈ ഒരു കോഴി ഉള്ളത് കൊണ്ട് എല്ലാ കോഴികളും രക്ഷപ്പെട്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ ഈ പാത്രം എടുത്ത് മാറ്റി വെച്ച് കോഴിക്കോട് അടച്ച് അദ്ദേഹം പോയിട്ട് കിടന്നു. ഇങ്ങനെ ഈ സംഭവം അതായത് സീമലുല്ലാഹി മഹാനവർകൾ പറഞ്ഞത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കോഴിയെ നേർച്ചയാക്കിയതും ഇങ്ങനെ കോഴിയെ ഒഴിഞ്ഞിട്ടതും. അപ്പൊ ഈ സംഭവം പറയാൻ വേണ്ടി പിറ്റേന്ന് രാവിലെ അദ്ദേഹം സീമലുല്ലാഹിയുടെ അടുത്ത് ചെന്നു, ഇടിയങ്ങരയിൽ ചെന്നു. അവിടെ ചെന്ന് സലാം പറഞ്ഞു. ആരാ വന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു പേര് പറഞ്ഞു ഞാളാണ്. അപ്പൊ മഹാനവർകൾ ഇങ്ങോട്ട് ചോദിച്ചു, അല്ല നമ്മുടെ മൊയ്തീൻ തങ്ങളുടെ കോഴി മറ്റെല്ലാ കോഴികളെയും രക്ഷപ്പെടുത്തിയല്ലേ ഇദ്ദേഹം അവിടെ ചെന്നത്? അല്ലെ ഇന്നലെ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി? ഇതൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയാണ് സീമൽദാന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദിക്കാണ്, ആടത്തി പേര് പറഞ്ഞു ആരാ വന്നത് കുഞ്ഞാളാന്ന് പറഞ്ഞു. അപ്പൊ പേര് പറഞ്ഞതോടുകൂടെ ചോദിക്കുന്നു, അപ്പോൾ നമ്മുടെ മൊയ്തീൻ തങ്ങളുടെ കോഴി മറ്റെല്ലാ കോഴികളെയും രക്ഷപ്പെടുത്തിയല്ലേ ഇങ്ങോട്ട് ചോദിക്കാം. അപ്പൊ ഇത്തരത്തില് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ഒരു കോഴി അവിടെ ഉള്ളത് കൊണ്ട് എന്താണ്, നേർച്ചയുടെ ഒരു കോഴി ഉള്ളത് കൊണ്ട് എന്തായി മറ്റെല്ലാ കോഴികളും രക്ഷപ്പെട്ടു. അപ്പൊ നമ്മള് നേർച്ചകളിലേക്കൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഉൽ അവ്വൽ പരിപാടി അല്ല, ബദരീങ്ങളുടെ പരിപാടി, മൊയ്തീൻ തങ്ങളുടെ പരിപാടി, റിഫായി തങ്ങളുടെ പരിപാടി അല്ല, സീമലുല്ലാഹിന്റെ നേർച്ചകൾ, ഇങ്ങനത്തേലൊക്കെ നമ്മൾ നേർച്ച കൊടുത്താൽ ആ ഒരു 100 രൂപ നമ്മൾ സംഭാവന കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 100 രൂപ കൊണ്ട് ചിലപ്പോൾ ഉണ്ടാവും 1000 രൂപ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ഡോക്ടർമാർക്ക് കൊടുക്കേണ്ടി നമ്മൾ സലാമത്തായി കിട്ടും. അപ്പൊ ഇത്തരത്തിലാണ് നേർച്ച കൊണ്ടുള്ള ഫലം എന്ന് സീമലുല്ലാഹി മഹാനവർകൾ ഇവിടെ കാണിച്ചു. അപ്പൊ ഇതാണ് നമ്മളൊക്കെ ഇത്തരം മജ്‌ലിസുകളിലൊക്കെ നമ്മൾ നേർച്ച ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് അതിന് എത്രയോ മടങ്ങ് ബർക്കത്തും അതിന്റെ ഒരു കാവലും ഉണ്ടായിത്തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലാഹു തആല ഒരുപാട് നല്ല നല്ല കാര്യങ്ങളിലൂടെ മഹാന്മാരുടെ ഒക്കെ പൊരുത്തം നേടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സീമലുല്ലാഹി മഹാനവർകളുടെ അടുക്കൽ നമ്മൾ പല ആളുകളും പല രൂപത്തിലുള്ള ആളുകളും വരും. പക്ഷെ അവിടെ വരുന്നതൊക്കെ അവിടെ കമ്പ്യൂട്ടറിൽ കാണുന്ന രൂപത്തിലാണ്. ഇപ്പോ ഒരു കുട്ടി മർക്കസിൽ ചേരാൻ, മർക്കസ് ബോർഡിങ്ങിൽ ചേരാൻ വേണ്ടി കാസർഗോഡുള്ള ഒരു കുട്ടി വരുന്നു. അപ്പൊ വരുന്ന സമയത്ത് ആ കുടുംബങ്ങൾ പറഞ്ഞു CM വലിയുള്ളാന്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാന്നു. അങ്ങനെ അവിടെ CM വലിയുള്ളാനെ കണ്ടു സലാം പറഞ്ഞു പഠിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കറക്റ്റ് ഒന്നും പറഞ്ഞില്ല, പഠിക്കാൻ പോകാണ് ദ്വാരക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പൊ അവിടെ പിറ്റേ ആഴ്ചയിൽ മർക്കസിൽ നിന്ന് ഒരാള് പറഞ്ഞു, ഞാൻ CM വലിയുള്ളാനെ കാണാൻ പോയിരുന്നുണ്ടെങ്കിൽ വരുന്നോ? ഞാനും വരാൻ ഒരു വ്യാഴാഴ്ച. അങ്ങനെ അവിടെ ചെന്ന ഉടനെ ഈ ആള് പരിചയപ്പെടുത്തി കൊടുത്തു. ഇയാൾ ഇങ്ങനെ കാസർഗോഡുള്ളതാണ്, മർക്കസിൽ വന്ന് ചേർന്നതാണ്. അപ്പൊ CM വലിയുള്ളാഹി പറഞ്ഞു അവർ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വന്നിരുന്നു. അതായത് എത്രയോ ആള് ദിവസം 600-700 ആളുകൾ ഇങ്ങനെ വരുന്നു. ഒരാൾ അഡ്രസ് പറഞ്ഞു, നമ്മളോടൊക്കെ ഒരാൾ വന്ന് കറക്റ്റ് പറഞ്ഞാൽ തന്നെ വരാൻ 4 ദിവസം കഴിഞ്ഞു. പിന്നെ അയാൾ വന്നാൽ ചിലപ്പോൾ നമ്മളോട് മറന്നു വന്നാൽ ഇതിങ്ങനെ ആള് വരുന്ന കൂട്ടത്തിൽ ഒരുപാട് ആള് വരുന്നു. അപ്പൊ കൂടെയുള്ള ആള് പരിചയപ്പെടുത്തി കൊടുത്തതാണ്. ഇയാൾ ഇങ്ങനെ കാസർഗോഡിലാണ്, മർക്കസിൽ വന്ന് ചേർന്നതാണ്, ഇയാൾ പഠിക്കാൻ വേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അവർ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ മറ്റേ ആള് ചോദിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ആണ് പോയിരുന്നോ? അപ്പോഴാണ് പറയുന്നത് ഞാൻ വരുന്ന സമയത്ത് കോഴിക്കോട് ഇറങ്ങി CM വലിയുള്ളാനെ കണ്ടിട്ടാ വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ മറഞ്ഞ കണ്ണുകൊണ്ട് കാണാനുള്ള കഴിവ് സീമലുല്ലാഹി മഹാനവർകൾക്ക് ഉണ്ടായിരുന്നു. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച പോലെ നമ്മുടെ മനസ്സിൽ കരുതിയിട്ട് അങ്ങോട്ട് പോകുന്ന എത്രയോ സംഭവങ്ങൾ. അപ്പൊ നേരത്തെ പാനൂർ മൂസുസ്താദിന്റെ കഥ പറഞ്ഞു. അള്ളാഹു അവിടുത്തെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ. ഒരുപാട് അനുഭവിച്ച ഒരു മഹാവ്യക്തിത്വമായിരുന്നു. അപ്പോ പാനൂരിൽ ഒരു വലിയ മുതലാളിയുടെ വീട്ടില് CM വലിയുള്ളാഹി മഹാനവർകൾ താമസിക്കുകയാണ്. അപ്പോ അവിടെയുള്ള വീട്ടുകാരനോട് അവിടെയുള്ള ഒരു ജമാഅത്തെ ഇസ്ലാമിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, എനിക്ക് മൂപ്പരൊന്ന് കാണാൻ ഇങ്ങനെ അവസരം ഉണ്ടാക്കി തരുമോ, ഞാനൊന്ന് വന്നാൽ എനിക്കൊന്ന് കാണാൻ ഒരു ചാൻസ് ഉണ്ടാക്കി തരുമോ? അല്ലാത്ത ആളുകളാകുമ്പോൾ നേരിട്ടെങ്കിൽ കാണാൻ കഴിയും. അപ്പൊ വീട്ടുകാരനും ഈ ജമാഅത്ത് ഇസ്മായിലിയും വലിയ അടുപ്പാണ്. അപ്പൊ എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങൾ വന്നോളി, ഈ നാളെ രാവിലെ വന്നോ, ഞാൻ കാണാൻ അവസരം ഉണ്ടാക്കി തരാം. അപ്പൊ അന്ന് രാത്രി നേരെ പുലർന്ന പാട് പാനൂര് മൂസുസ്താദിനെ വിളിച്ചു CM വലിയുള്ളാഹി പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകണം, ഇയാൾ ശരിയില്ല, ഇയാൾ ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധമുള്ള ആളാണ്, അവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാന്നൊക്കെ ഏറ്റിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നാൽ ശരിയല്ല, ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകണം. CM വലിയുള്ളാഹി നല്ല ബന്ധമുള്ള വീട്ടിലാണ്. അവിടുന്ന് പെട്ടെന്ന് തന്നെ യാത്ര പുറപ്പെടാൻ വേണ്ടി പറയുകയും മറ്റേ ആൾ വരുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് യാത്ര പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ ആരോ ചോദിച്ചു ജമാഅത്തെ ഇസ്ലാമിയ വിധത്തിന്റെ ആളുകൾ അങ്ങോട്ട് തിരിച്ചു നിർത്തിയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു.
നേരത്തെ ഇതിൽ ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മളേറ്റവും നല്ലത് നമ്മളെ റൂട്ട് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുക. സീമലുള്ളാഹി മഹാനവറുകളൊക്കെ ഈ വിദഅത്ത് എന്നുള്ളത് വലിയ മാരകമായ രോഗമായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചത്. നമ്മളെ ബന്ധത്തിൽപ്പെട്ട പോലെ തന്നെ ശരിക്കുള്ള പേരങ്ങോട്ട് പറഞ്ഞാൽ മൂപ്പര് പറയും ആ പേര് അവന് പറയാൻ പാടില്ല, അവന് വേറെ പേര് നമ്മളെ ഇതിൽ പെടാത്ത ഒരാളെ പേരും കൂടെ പറഞ്ഞാൽ ഈ പേര് പറഞ്ഞാൽ മതി. ഞാനൊക്കെ നേരിട്ട് കേട്ടു. ഉമ്മാനോട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഒരാളെ പേരങ്ങ് പറയുമ്പോൾ അവൻ ആ പേര് പറയാൻ പാടില്ല, തൗബ ചെയ്യണം. ഇത്തരത്തിലുള്ള ഒരു വിദഅത്ത് എന്നുള്ളത് മാരകമായ ഒരു ഇതായിട്ടാണ് മഹാനായ സീമലുള്ളാഹി ഒക്കെ നമുക്ക് പഠിപ്പിച്ചത്. നമ്മൾ കഴിയുന്നു ചിരിക്കാതെ ഒപ്പിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നമുക്ക് നല്ലത്. പിന്നെ മഹാനവറുകളൊക്കെ പറയുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെപ്പോലത്തെ സാധാരണക്കാരനാണെന്ന് പ്രസംഗിച്ച് നടക്കുന്നവനെ സ്നേഹിച്ചുകൊണ്ട് എന്തിനാണ് നമ്മുടെ ഈമാൻ കളയുന്നത്? അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളൊന്നും ഇസ്ലാമിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ച് നടക്കുന്നവനെ സ്നേഹിച്ചുകൊണ്ട് എന്തിനാണ് നമ്മുടെ ഈമാൻ കളയുന്നത് എന്നായിരുന്നു മഹാനവറുകൾ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കഴിയുന്ന നമ്മളെ റൂട്ട് ക്ലിയർ ആക്കിക്കൊണ്ട് ഇത്തരം വിദഅത്തിന്റെ ആളുകളുമായി ബന്ധപ്പെടാതെ ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് നമ്മുടെ നല്ലത് എന്ന് സന്ദർഭമായി ഓർമ്മപ്പെടുത്തുക. അല്ലാഹു തആല അതുപോലെ ഹക്കായി മനസ്സിലാക്കി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.